ഇൻകം ടാക്സിൻ്റെ 2024 ജനുവരിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിലൂടെ ഓരോ ചോദ്യത്തിലൂടെ കടന്നു പോകുക വഴി നമ്മൾ ആ ഒരു ഇൻകം ടാക്സ് എന്നുള്ള ഒരു പേപ്പർ മുഴുവനായിട്ട് പഠിക്കും. അപ്പോൾ അത് പഠിക്കാൻ വളരെ സിമ്പിളായൊരു മെത്തേഡാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. എന്തായാലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ പേഴ്സൺ അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. എവരി പേഴ്സൺ ടാക്സ് അടക്കണം എന്ന് പറയുന്നുണ്ട്. പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശം? എല്ലാ വ്യക്തികളെന്നാണോ, കമ്പനീസിലേക്ക് പെടുമോ എന്നാണ് ചോദിക്കുന്നത്. ആരാണ് പേഴ്സൺ എന്ന് പറയുന്നുണ്ട്? ഇൻകം ടാക്സ് ഇസ് ലിവിഡ് ഓൺ ദ ടോട്ടൽ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഓഫ് എവറി പേഴ്സൺ. എല്ലാ പേഴ്സൻ്റെയും വ്യക്തികളുടെയും ഇൻകത്തിൻ്റെ മേലാണ് ടാക്സ്. വേറെ ആസ് പെർ സെക്ഷൻ 2 പേഴ്സൺ ഇൻക്ലൂഡ്, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആൻ ഇൻഡിവിജ്വൽ, നമ്മുടെ നാട്ടിൽ ഓരോ സാധാരണ മനുഷ്യന്മാരുണ്ടല്ലോ, അവർ ഉൾക്കൊള്ളും. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സെറ്റപ്പ്, അത് ഉൾക്കൊള്ളും. കമ്പനികൾ പേഴ്സണൽ അണ്ടറിൽ വിടും. എ ഫേം, പാർട്ട്ണർഷിപ്പ് ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, വ്യക്തികളുടെ കൂട്ടായ്മകൾ ഉണ്ടാവുമല്ലോ, അത് പെടും. എ ലോക്കൽ അതോറിറ്റി, നമ്മുടെ മുനിസിപ്പൽ അതോറിറ്റിയോ പോയിട്ട് എന്തായാലും എവരി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, കോടതി മുഖാന്തരം എന്തെങ്കിലും ഒരു മനുഷ്യനിർമ്മിതമായ ഒരു എക്സിസ്റ്റൻസ് ഉള്ള ഒരു പേഴ്സൺ അവരുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യനല്ല, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഒരു വ്യക്തി എന്ന സാധ്യതയുള്ള ഒരു സെറ്റപ്പ് കോടതി മുഖാന്തരം ഉണ്ടാക്കുകയോ ചെയ്താൽ എങ്ങനെയായാലും എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ആർക്കൊക്കെ ഒരു തൻ്റെത് എന്ന് സമ്പത്ത് പറയാൻ പറ്റുമോ, കമ്പനി ആവട്ടെ ഫേം ആവട്ടെ, എല്ലാവരും ഈ പേഴ്സൺ എന്നുള്ളതിൽ ഉൾപ്പെട്ടു. അപ്പോൾ 7 ആളുകളാണ് സെക്ഷൻ 231 അനുസരിച്ച് പേഴ്സൺ എന്നുള്ള എൻ്റെ അണ്ടറിൽ വരുന്നത്. രണ്ടാമത്തത്, വാട്ട് ആർ ദ ഇൻകം ടാക്സ് റൂൾ? ഇൻകം ടാക്സിൻ്റെ നിയമം എന്താണ്? റിലേറ്റിംഗ് ടു എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടിലേക്ക് എംപ്ലോയീസ് അവരൊരു വിഹിതം അടക്കുമല്ലോ, അതിൽ അവർക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റും കിട്ടുമല്ലോ. ഇത് അവരുടെ ഇൻകമായിട്ട് പരിഗണിക്കണോ ആ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടിലേക്ക് അവരടക്കുന്ന ആ ഒരു പൈസ അവരുടെ സാലറിയിൽ നിന്ന് കുറക്കണോ വേണ്ടേ? ഇതുമായി ബന്ധപ്പെട്ട നിയമം എന്താണെന്ന് രണ്ടാമത്തെ ചോദ്യം വായിച്ചാൽ ചെറിയൊരു മിസ്റ്റേക്ക്. ഇൻകം ടാക്സ് റൂൾ റിലേറ്റിംഗ് ടു എംപ്ലോയർ ഇതാണ്, എംപ്ലോയിൻ്റെ അതല്ല, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. തൊഴിൽ നൽകുന്ന അയാൾ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടിലേക്ക് കൊടുക്കുന്ന പിന്നെ ആ ആ ഒരു പൈസക്ക് ടാക്സ് കൊടുക്കണോ വേണ്ടേ, അതേപോലെ അതിൻ്റെ ഇൻട്രസ്റ്റും. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് പ്രധാനമായിട്ട് 3 ഉള്ളത്. എന്തായാലും പ്രൊവിഡൻറ്റ് ഫണ്ടും പെൻഷൻ ഫണ്ടും അതേപോലെ സൂപ്പർ ആനുവേഷൻ ഫണ്ട്, ഇങ്ങനെ 3 ഉള്ളത്. എന്തായാലും സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടിലേക്കുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ സിംപിളി പറഞ്ഞാൽ ഒരു വർഷത്തിൽ 7,50,000 രൂപ വരെ, ഒരു വർഷത്തിൽ എന്നല്ല 7,50,000 വരെ ടാക്സ് ഫ്രീ ആണ്. 7,50,000 അപ്പുറം കൊടുക്കുകയാണെങ്കിൽ പിന്നെ ടാക്സ് കൊടുക്കേണ്ടി വരും. അതേപോലെ 7,50,000 വരെ ഉള്ളതിൻ്റെ ഇൻട്രസ്റ്റും പ്രശ്നമില്ല, അതിലപ്പുറമുള്ളതിൻ്റെ ഇൻട്രസ്റ്റിന് ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ. അടുത്തത്, വാട്ട് ഈസ് മീൻ ബൈ ക്യാഷ്വൽ ഇൻകം? ക്യാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്യാഷ്വൽ ഇൻകം ഉദ്ദേശിക്കുന്നത് അസാധാരണമായിട്ടുള്ള ഇൻകമാണ്, അതായത് സാധാരണ സ്ഥിരമായിട്ട് കിട്ടുന്നതല്ലാത്ത ഇൻകം. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിമിലൂടെ വിജയിച്ചതിന് അതിന് കുറേ സമ്മാനം കിട്ടുക, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള അസാധാരണമായി കിട്ടുന്ന ഇൻകം ഉണ്ടാവുമല്ലോ. നമ്മൾ മുമ്പ് പറഞ്ഞ ഇൻകത്തിൻ്റെ 5 ഹെഡ് പറഞ്ഞു: സാലറി, അല്ലെങ്കിൽ ബിസിനസ് ഓർ പ്രൊഫഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി കിട്ടുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഹെഡിലൊന്നും വരാത്ത സ്ഥിരമായി കിട്ടാത്ത അസാധാരണമായി അൺഎക്സ്പെക്റ്റഡായി കിട്ടുന്ന ഇൻകത്തിനാണ് ക്യാഷ്വൽ ഇൻകം എന്ന് പറയും. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ അഡ്വാൻസ്ഡ് ടാക്സ്? അഡ്വാൻസ് ടാക്സിനൊന്നുമില്ല, നമ്മളെ ഈ വർഷം ടാക്സ് കൊടുക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിനല്ലേ, ഈ വർഷത്തെ വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ടത് അടുത്ത വർഷമാണ്. അപ്പോൾ ഈ വർഷത്തെ വരുമാനത്തിൻ്റെ ടാക്സ് നമ്മൾ ഈ വർഷം തന്നെ കൊടുത്താൽ അത് അഡ്വാൻസ് ടാക്സ് ആയിട്ട് മാറും. ഓക്കെ. വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അണ്ടർ 8 DD ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ടു എ ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ? 80 DD കേട്ടോ. അപ്പോൾ നമ്മളോട് ചോദിച്ചത് 80 DD അനുസരിച്ച് ഡിസേബിൾഡ് ഡിപ്പെൻഡൻ്റ്, ഒരു ഹാൻഡിക്യാപ്ഡ് ആയ ആളുടെ
അയാളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവായതിൻ്റെ മാക്സിമം നമുക്ക് എത്രത്തോളം ഡിഡക്ഷൻ അനുവദിക്കുന്ന, നമ്മുടെ അത്ര ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടെന്ന് അർത്ഥം, എത്രത്തോളം അനുവദിക്കും മാക്സിമം ലിമിറ്റ്. വെറുതെ നാലാമത്തെ പോയിൻറ്റ്, വെർ ദർ ഇസ് എ സേവർ ഡിസബിലിറ്റി 80% ഓർ മോർ ഉണ്ടെങ്കിൽ ഫിക്സ്ഡ് ഡിഡക്ഷൻ ഓഫ് RS 1,25,000 മാക്സിമം ഡിഡക്ഷൻ വരുന്നത്. അപ്പോൾ മാക്സിമം 1,20,000, അതുതന്നെ വലിയ 80% അയാൾക്ക് ഡിസബിലിറ്റി വേണം, എന്നാൽ പിന്നെ 1,25,000 വരെ അവർക്ക് ഡിഡക്ഷൻ അനുവദിക്കും. ഓക്കെ. അടുത്തത് ഗീവ് ദ മീനിങ് ഓഫ് അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയർ പറഞ്ഞാൽ ഏത് വർഷമാണോ നമ്മൾ ടാക്സ്, അതിന് തൊട്ടുമ്പത്തെ വർഷത്തെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് അടക്കുന്നത്, അതിനാണ് അസസ്മെൻറ്റ് ഇയർ എന്നറിയാം. ഇപ്പോൾ ഈ ഒരു വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ടാക്സ് അടക്കുമ്പോൾ ഈ ഒരു വർഷത്തിനാണ് അസസ്മെൻറ്റ് ഇയർ എന്നറിയാം. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷത്തെ ടാക്സ് നമ്മൾ അടക്കുമ്പോൾ കഴിഞ്ഞ വർഷമായിരുന്നു അസസ്മെൻറ്റ് ഇയർ. ഇവിടെ കാണാം, അസസ്മെൻറ്റ് ഇയർ മീൻസ് ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഓഫ് ആൻ അസസ് ഈസ് ടാക്സ്ഡ്. ഏത് വർഷമാണോ മുമ്പത്തെ വർഷത്തെ ടാക്സ് കൊടുക്കുന്നത് ആ വർഷത്തിനാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയാം. പിന്നെ ഉദാഹരണമാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഓഫ് ആൻ അസസ് ഈസ് ടാക്സ്ഡ്, അതാണ് അസസ്മെൻറ്റ് ഇയർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ദ മീനിങ് ഓഫ് അൺറിയലൈസ്ഡ് റെൻറ്റ്. എന്താണ് അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ? അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാൻ സമയമായിട്ട് കിട്ടാത്ത റെൻറ്റ്, അത്രയേ ഉള്ളൂ അല്ലേ. റെൻ്റൽ ഇൻകം ദാറ്റ് എ പ്രോപ്പർട്ടി ഓണർ ഹാസ് നോട്ട് റിസീവ്ഡ് ബട്ട് ഡ്യൂ എന്നും കൂടി കൂട്ടിച്ചേർക്കാം. കിട്ടാനായിട്ടുണ്ട് ബട്ട് നോട്ട് റിസീവ്ഡ്. സ്വാഭാവികമായിട്ട് പലപ്പോഴും നടക്കുന്ന സംഗതിയാണല്ലോ, സമയമാകുമ്പോൾ വാടക കിട്ടാതൊക്കെ. അപ്പോൾ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട അതിന് നമ്മൾ ടാക്സബിൾ ഇൻകത്തിൽ കൂട്ടണ്ട എന്നുള്ള വിഷയം വരും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് ഒരു വർഷം 1.5 ലക്ഷം റെൻറ്റ് കിട്ടാണ്ട്, ഒരു മാസം 15,000 അല്ലെങ്കിൽ 10,000 വെച്ചിട്ട് 1.5 ലക്ഷം റെൻറ്റ് കിട്ടാണ്ട്, അപ്പോൾ അതിൽ 50,000 കിട്ടിയിട്ടുള്ളൂ, ബാക്കി 1 ലക്ഷം അൺറിയലൈസ്ഡ് ആണ്. അതാണ് അൺറിയലൈസ്ഡ് റെൻറ്റ് പറഞ്ഞാൽ. റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇതോടെ ഒരു 7 തിയറി ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു. അതിലുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ഇൻകം ടാക്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലായി. ഇനി ബാക്കിയുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ്, അത് നമുക്ക് തുടർന്നിങ്ങനെ ഓരോ വീഡിയോയിലായിട്ട് ചെയ്യാം. അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തീരലോടുകൂടി എന്താണ് ഇൻകം ടാക്സ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും.